സത്യത്തിൽ ഈ ഉപനേതാവിനെ സൃഷ്ടിക്കലാണോ, ഉപനേതൃത്വം സി പി എമ്മിൽ നിന്ന് പിടിച്ചു മേടിക്കലാണോ സി പി ഐയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആശാ സമരത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് തെറ്റുപറ്റി എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു. ഈ ആശാ സമരം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം തന്നെയായിരുന്നു സെക്രട്ടറി. പുള്ളിക്ക് അന്നിത് തോന്നിയില്ല. തോന്നിയെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പാർട്ടിക്കാരായ മന്ത്രിമാരോട് ഈ വിഷയം ക്യാബിനറ്റിൽ ഉന്നയിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചില്ല. ഇനി അവർ നിർദ്ദേശിക്കുക തന്നെ കാരണഭൂതൻ അത് ചെവിക്കൊണ്ടില്ല. ആശാ സമരത്തെ കൈകാര്യം ചെയ്ത രീതി വളരെ അധാർമികമാണ്, ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാത്തതല്ല. അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാൻ പാർട്ടിക്ക് സാധിച്ചില്ല. അതിൻ്റെ കൂടി പരിണത ഫലമായിട്ടാണ് ഈ പരാജയം ഉണ്ടായത്. ഈ ആശമാരുടെ ടെൻറ്റ് പൊളിച്ചപ്പോഴോ അവർ കണ്ണീരോടുകൂടി തല മുണ്ടനം ചെയ്ത് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കുന്ന വിട പറഞ്ഞു പോയപ്പോഴോ അദ്ദേഹത്തിന് ഇത് തോന്നിയില്ല. ഇത് തെറ്റാണ്, ഇത് അന്യായമാണ്, അധർമ്മമാണ്. ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയ്ക്കോ രാഷ്ട്രീയ വീക്ഷണത്തിനോ വെറും മനുഷ്യത്വത്തിനോ നിരക്കാത്ത പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള പരാജയങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുപോലെയുള്ള ഭയാനകമായ പരാജയത്തിലേക്ക് വഴിതെളിച്ചത്.